നമ്മളെ വർത്താനത്തിലാണ് അവരാദ്യം തൃപ്തിയാവേണ്ടത്. അത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ആളെ വാക്ക് പറഞ്ഞ് പറ്റിക്കാരണം മിടുക്ക് പോകണം. അത്രയാണ് നമ്മൾ നോക്കാൻ വരുന്നുണ്ട്. ഇന്നലെ ഏറ്റവും കാട് വായിക്കിയ പോലെ ഉണ്ടല്ലോ. ആകെ ഒരു നാഗക്കെട്ടുള്ള സ്ഥലം പോലെ ഉണ്ടല്ലോ. പക്ഷെ ഞാനിത് ഇതിന്റെ അപ്പുറവും വിറ്റിന് ഷാപ്പുറം വീട്ടില്ല. പിന്നെയാ നമ്മളിപ്പോ ആളെ പറഞ്ഞ് പറ്റിച്ച് ആ ശാപം നമുക്ക് കിട്ടൂലേ? ശാപം നമുക്ക് കിട്ടൂലെന്ന് പറഞ്ഞിട്ട് നോക്കണ്ട. നമ്മളെ ബിസിനസിന്റെ ടൂൾസ് ആണത്. കളവ് പറയേണ്ടത് കളവ് പറയാ. നമ്മളെ മുമ്പിൽ വഞ്ചിക്കപ്പെടാൻ തയ്യാറായിട്ട് വരുന്ന പാർട്ടീനെ പരമാവധി നമ്മളെ പാട്ടിലാക്കുക, നമ്മളെ ബിസിനസ് നടത്തുക. അപ്പൊ അച്ഛനെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ആ കുട്ടിത്തെങ്ങില്ലേ, ആ കുട്ടിത്തെങ്ങിന് എടുക്കുന്ന അങ്ങനെ നേരെ പോയിട്ട് ആ ബങ്കണേൻ്റെ എടുക്കുന്ന നേരെ ഇങ്ങനെ ഇങ്ങനെയാണ് വരിക. നീ ആ മാങ്ങാട്ട് പാർട്ടീനെ സ്ഥലം കാണിച്ചിട്ട് ഓരെന്നാ പറഞ്ഞു? ഇല്ല, അത് കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇല്ല, അത് ഓർക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഓർക്ക് ഈ വഴി, വാഹനം, ഭൂമി, ഇതിൻ്റെ എല്ലാം ഒരു 30 രൂപരേഖ കിട്ടിയാലേ അത് സംഭവം ശരിയാവും. നീ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല? ഇല്ല, അത് ആശാൻ നേരിട്ട് പോയിട്ട് കണ്ടാൽ മതിയല്ലോ. പിന്നെ നീ എന്തെന്നാണ് ചെയ്യുന്നത്? പന പോലത്തെ 16 തെങ്ങ്, വീടതാ, റോഡിതാ, മിറ്റം വരെ കാറ് വരാനുള്ള സൗകര്യം, മുളക് പൊടി പോലത്തെ മണ്ണ്, പച്ചക്കറിന്റെ വിത്ത് ഭാര്യ എറിഞ്ഞാൽ മതി. പിറ്റേന്ന് രാവിലെ കാട് വയ്ക്കാൻ ആള് വരേണ്ടി വരും. എന്ത് ബടായി ആശാൻ പറയുന്നത്? ഇങ്ങനെ ആൾക്കാരോട് പോയി പറയാൻ പറ്റുവാ? എടോ, അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇത് എന്തൊരു പുളുവ ആശാൻ അടിക്കുന്നത്. എടാ, ഇങ്ങനെ പറഞ്ഞാല് പാർട്ടിയുടെ കിട്ടും നമുക്ക്. പിന്നെ വേറെ കാര്യം, എൻ്റെ നമ്പർ പാർട്ടി കൊടുക്കാൻ ഞാൻ നിർത്തിയിന്. അതെ, അല്ലാതെ ഇപ്പൊ നമ്മള് 2 ആഴ്ച മുന്നേ 2 പാർട്ടിക്ക് പശുവിനെ കൊടുത്തിട്ടില്ലേ? എത്ര ലിറ്റർ? 20 ലിറ്റർ പാല് കിട്ടുന്ന പറഞ്ഞ പശുവല്ലേ കൊടുത്തിന്? അത് കിട്ടീനി. നീ വേറെ വാങ്ങിയല്ല, പുളിച്ച തെറി കിട്ടീനെന്ന്. എന്തേലും ഓർ പിടിച്ച് ഊഞ്ഞാലാടിയിട്ടും ഒരു തുള്ളി പാല് കിട്ടിയിട്ടില്ല. രണ്ടാളും പശുവിനെ എവിടെയും കെട്ടിയിട്ട് പോയിട്ട് ഊഞ്ഞാലാടിയൊന്നും പാല് കിട്ടൂല. പശുവിനെ കറക്കണം. അതെന്നെ പറഞ്ഞത്, ഊഞ്ഞാലാടിന്ന് അത്ര കറന്നിട്ട് പാല് കിട്ടിയിട്ടില്ലാന്ന്. ആ പാർട്ടി ചിലപ്പോൾ നിങ്ങളെ വിളിക്കും, ആശാൻ തന്നെ ഡീൽ ചെയ്താൽ എന്നെ കൊണ്ടാവില്ല. കളവ് പറഞ്ഞോ, പക്ഷെ ഒറ്റ എനിക്ക് 20 ലിറ്ററിലും കിട്ടുന്ന പറഞ്ഞ് ബടായി മേടിക്കാം. അതാ പോണു വേണ്ടിട്ടാ. ഹലോ, ആ അതെ, നിങ്ങളെ കാര്യം ഇപ്പതാ പറഞ്ഞിട്ടേ ഉള്ളൂ. പറഞ്ഞു. എന്തേലും പ്രശ്നമോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോപ്പാ. നിങ്ങൾ അതിനോടെ പശുവിനെ കെട്ടിയേ? ചെമ്പകത്തിനാ? എന്തിന്ന് പറയാനാണ്? ചെമ്പകത്തിനാരെങ്കിലും പശുവിനെ കെട്ടുക? പാലുള്ള മരമല്ലേ, വെലിഞ്ഞില്ലേ, കംപ്ലീറ്റ് പാല് വിരിഞ്ഞില്ലേ, എന്തെന്നാ ചെയ്യുക? ഒരു കാര്യം ചെയ്യും, ഒരു 2 ആഴ്ച നിങ്ങൾ മാറ്റി കെട്ടി നോക്ക്. ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മെച്ചം വരും. നല്ലോണം തിന്നാനും കൊടുക്ക്, പരുത്തിക്കുരുവും മറ്റേ ഇതെല്ലാം ആയിട്ട്. എന്താണ്? ശരി, അങ്ങനെ നോക്ക്. അങ്ങനെ വരില്ലപ്പാ. ശരി, നോക്ക്. ശരി. ആശാനെ സമ്മതിക്കണം. എന്തെല്ലാം പടായി അടിച്ച് കീറുന്നു. പിന്നെ വെറുതെ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ ഇത് പഠിച്ചെടുക്കും, പ്രശ്നമില്ല. മറ്റേ 2ാമത്തെ പശുവിനെ കൊടുത്തില്ലേ, അയാള് എന്നെ വിളിക്കുന്നു. വേണ്ട, അത് ഞാൻ ഡീൽ ചെയ്തോളൂ. ഹലോ, അതെ. ആശാന വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാ? അത് ആശാൻ പല തിരക്കല്ല. അല്ല, ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാൻ വന്നു. അത് നമ്മളെ 20 ലിറ്റർ കിട്ടുന്ന പശുവിൻ്റെ എന്തുണ്ട് കാര്യം? എന്തുണ്ട്? പാല് നന്നായിട്ട് കിട്ടുന്നില്ലേ? അല്ല, നിങ്ങൾ പശുവിനെ ഏത് മരത്തിലാണ് കെട്ടിയത്? മാവിനാ? ഞാൻ ആശാന കൊടുക്കാം. ഒരു പശുവിനെ മാവിനെ ഒരു കെട്ടിയത്. ഹലോ, എന്തരു? അതെ, നിങ്ങൾ എന്തിനാണ് കെട്ടിയ പശുവിനാ? മാവിനാ? എന്താ മാവിനാരെങ്കിലും പശുവിനെ കെട്ടുക? പാലില്ലാത്ത മരത്തിന്? പശുവിനെ പാലുള്ള മരത്തിന് നോക്കി കെട്ടണ്ടേ? വെലിഞ്ഞില്ലേ, കംപ്ലീറ്റ് പാല് വെലിഞ്ഞില്ലേ? എന്തെന്നാ അതിന് ചെയ്യുക? നിങ്ങളൊരു കാര്യം ചെയ്യും, മാറ്റി കെട്ടി നോക്ക്. പാലുള്ള മരത്തിന് നോക്കിയിട്ട് കെട്ടി നോക്ക്. ചെമ്പകത്തിനോ പിലാവിനോ പാല് വരുന്ന മരേതം കൊണ്ടെങ്കിൽ അതിന് നോക്കിയിട്ട് കെട്ടി നോക്ക്. 2 ആഴ്ച അങ്ങനെ നോക്ക്. എന്നിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ ഞാനും പ്രാർത്ഥിക്കാം. ശരി, എന്നാൽ ഓക്കെ. വെച്ചാ എൻ്റെ ആശാനെ ഞാൻ കാല് പിടിക്കട്ടെ, അല്ല കാര്യമായി അടിക്കട്ടെ. പറഞ്ഞേ, ഒരാളൊരു പാർട്ടീനെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട രീതി ഉണ്ട്. അത് ആദ്യം പഠിക്കണം, അല്ലെങ്കിൽ ഇനി മുതിരാൻ പാടില്ല. അല്ല, പാലില്ലാന്ന് പറഞ്ഞാൽ പറഞ്ഞ് പാലുള്ള മരത്തിന് കെട്ടായിട്ടാണ്. പാലില്ലാതെ ഇപ്പോൾ പാല് പറഞ്ഞ കെട്ടിയിട്ടാണ്. ഇത് അപ്പുറം ഇപ്പുറം ഉൾട്ടി എമ്മാതിരി കളവ പറയുന്നു. ആശാൻ നോക്കുന്നു. നീ ഇങ്ങോട്ട് വാ. ഇങ്ങ് വാ.
എന്നാ ആശാനെ നീ ഇതാ ഈ 2 മാളം കണ്ട ആ അതിൽ ഏതെങ്കിലും ഒന്നില്ല നിനക്ക് ഇഷ്ടമുള്ളതിനകത്ത് ഒന്ന് കൈയിട്ടിട്ട് ഓ മണ്ണ് ടെസ്റ്റ് ചെയ്യാനായിരിക്കും ഇതെല്ലാം ഈ ബ്രോക്കർ പണിന്റെ ഒരു പഠനത്തിന്റെ ഭാഗമായിരിക്കും കൈയിട്ട് കുറച്ചും കൂടെ നല്ലോണം നല്ലോണിട്ട് കൈമുട്ടിയാ കൈമുട്ടി എന്തെങ്കിലും തോന്നുന്നുണ്ടാ ആശാനെ മണ്ണ് നല്ല പറ്റുള്ള മണ്ണാണ് ഒന്ന് കുച്ചും പോലെ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഉച്ചിട്ടൊന്നുമില്ല മരണഭാഗ്യം കൈ കിട്ടും ഇപ്പൊ പാമ്പ് അപ്പുറത്തെ ഹോട്ടലുള്ള പാമ്പാ ആ നമ്മളവിടുന്ന് വർത്താനം പറയുമ്പോൾ ഒരു മൂർഖൻ അതിന്റെ തിരിഞ്ഞു കയറുന്നുണ്ട് അത് ഇതിന്റെ അകത്തൊക്കെ എരിയെന്ന് എനിക്കൊരു സംശയം മൂർഖനാ അത്രേ ഉള്ളൂ ആശാനേ